ഈത്തപ്പഴ പാൻ കേക്ക് വെറുതെ പറഞ്ഞതാട്ടോ അവളുടെ ഗോതമ്പടയിലോട്ടെ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് അതിനൊന്നും അങ്ങോട്ട് മോടി പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിന് തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 7-8 ഈത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കുഴക്കാനായിട്ട് എങ്ങനെയും 1/4 കപ്പിന് മേലെ 1 കപ്പിന് താഴെയായിട്ട് വെള്ളം നിർബന്ധമായിട്ട് വേണ്ടി വരും കേട്ടോ. ഇനി ഇത്തിരിയൊക്കെ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമുക്ക് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, പൊടി കൂടി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് പോട്ടേനെ. ഇനി ഉണ്ടല്ലോ പാൻ ഉണ്ടല്ലോ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നല്ലോണം അങ്ങോട്ട് ചൂടാക്കി കൊടുക്കാം. ഇനി നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമ്മുടെ പാനിൽ വെച്ച് കൊടുക്കാം. നമ്മളുടെ ഈ ഒരു കൈപ്പത്തി വെച്ചിട്ട് തന്നെ ഇതങ്ങോട്ട് പരത്തി കൊടുക്കണം കേട്ടോ. കുറച്ചങ്ങോട്ട് പരത്തി കഴിയുമ്പോഴേ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വരും പരത്താനായിട്ട്. ആ സമയത്ത് നമ്മുടെ കൈ ഒന്നും കൂടെ ഒന്ന് നനച്ച് കൊടുക്കുക, പിന്നെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഇനി ഇത് മറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ നമ്മളുടെ ഒരു അടക്ക് ചുറ്റിനും അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു നുള്ളു മതി, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ എൻ്റെ ഇത് അധികമാണ് ഇതിൻ്റെ ചുറ്റിനും ഒന്നിങ്ങനെ കറക്കി എടുക്കാനായിട്ട്. ഇനി തിരിച്ചും മറിച്ചും തിരിച്ചു നോക്കിയിട്ട് നമ്മുടെ അടനെ അങ്ങോട്ട് ചുട്ടെടുക്കുക. ഇത് ആ പരത്തണേൻ്റെ അടക്കുണ്ടല്ലോ, കൈ ആ പാനുമയൊക്കെ മുട്ടിയാൽ പിന്നെ വിവരം അറിയൂട്ടാ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് സൂക്ഷിക്കണേ ഇത് പരത്തണ സമയത്ത്. ഇനി നല്ല ചൂട് ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ കൂടെ നമ്മുടെ അട സൂപ്പർ അല്ലേ. ഇതിന് കഴിക്കാൻ പ്രത്യേകം വേറെ പഞ്ചസാര ഇടേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഈത്തപ്പഴല്ലേ. എവിടെ കടിച്ച് നോക്കിയാലും അല്ലെങ്കിൽ എവിടെ കീറി നോക്കിയാലും പിന്നെ ഉള്ള ഈത്തപ്പഴം ഉണ്ട്. ഇനി ഈത്തപ്പഴം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈസി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഡിന്നറായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇനി ലഞ്ചായിട്ട് ഇത് കഴിക്കുന്നത് എങ്ങനെയാണ്, ഉച്ചയ്ക്ക് ഒരു ഇത്തിരി ചോറുന്നില്ലെങ്കിലേ കയ്യും കാലും പിറക്കും.